ഇങ്ങനെ ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു ഗതികേട് CPM വന്നത് അവരെ പരാജയത്തിന്റെ കാരണം മാത്രമാണെന്നാണ് ഞങ്ങൾ മനസ്സിലായത്. CPM സംബന്ധിച്ചിടത്തോളം മത്സരിക്കാനുള്ളൊരു തൻ്റെ ഇടം സ്വന്തം ചിഹ്നത്തിൽ ഇല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഇത്. കൊടുവള്ളിയെ സംബന്ധിച്ചിടത്തോളം ആരെന്ത് കളിച്ചാലും ഞങ്ങൾക്ക് പൂർണ്ണ ഭൂരിപക്ഷത്തോട് തിരിച്ചു വരുന്ന ആത്മവിശ്വാസവും അതിനുള്ള പ്രവർത്തനവും നടക്കുന്നുണ്ട്. കോണി ഗ്ലാസ് കോണി. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി നഗരസഭയിലാണ്. മറ്റെല്ലാ ഇടങ്ങളെയും പോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ചൂട് കൊടുവള്ളിയെയും വല്ലാതെ പിടിച്ചിരിക്കുകയാണ്. എന്നാൽ ഇവിടെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുവള്ളി നഗരസഭയിൽ ആകെയുള്ള 37 ഡിവിഷനുകളിൽ 31 LDF സ്ഥാനാർത്ഥികളുടെ ചിഹ്നം എന്ന് പറയുന്നത് ഗ്ലാസ് ആണ്. 6 മാത്രമാണ് ഇടത് സ്ഥാനാർത്ഥികൾക്ക് സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികൾ നിർത്താൻ വേണ്ടി സാധിച്ചത്. മറ്റ് 31 ഡിവിഷനുകളിലും LDFന്റെ എല്ലാ കക്ഷികളുടെയും, അതായത് അതിനകത്ത് CPIM ഉണ്ട്, അതുപോലെ തന്നെ RJD ജനതാദളുണ്ട്, അതുപോലെ തന്നെ മറ്റെല്ലാ ഘടക കക്ഷികളുടെയും സ്ഥാനാർത്ഥികളുടെ ചിഹ്നം എന്ന് പറയുന്നത് ഗ്ലാസ് ആണ്. എന്താണ് കൊടുവള്ളിയിലെ ഇടത് പാർട്ടികൾക്ക് ചിഹ്നം കയ്യിൽ പിടിക്കാൻ ഇത്ര മടി? നമുക്കൊന്ന് അന്വേഷിക്കാം. ഇപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ എല്ലാവരും സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. CPM പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ്. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള കഴിവുള്ള LDF അല്ല, CPM അല്ല കൊടുവള്ളിയിലുള്ളത്. ഉണ്ടെങ്കിൽ CPM ചിഹ്നം എന്ന് പറഞ്ഞാൽ അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. ഇവിടെ മറ്റ് സ്വതന്ത്ര പല ചിഹ്നത്തിലുമാണ് മത്സരിക്കുന്നത്. അതോടുകൂടി പരാജയത്തിന്റെ ഒരു കാറ്റ് വീശുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 37 6 ഒഴിഞ്ഞ് ബാക്കി സ്വതന്ത്ര ചിഹ്നമാണ് മത്സരിക്കുന്നത്. അപ്പൊ ഇത് ഈ പരാജയം മുൻകൂട്ടി കണ്ടിട്ടുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതോ മറ്റേ ഈ പറഞ്ഞ പോലെ ആരും അരിവാൾ ചുറ്റി കണ്ടാൽ കിട്ടാത്തൊരു രീതിയിലുള്ളതുകൊണ്ടാണ്? അതുകൊണ്ടല്ല. ഈ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിഹ്നത്തിന് ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഇങ്ങനെ ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു ഗതികേട് CPM വന്നത് അവരെ പരാജയത്തിന്റെ കാരണം മാത്രമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതേസമയം CPM LDFന്റെ ആണെന്ന് പറയുന്നത് ഒരു ഏകീകൃതമായ സ്വഭാവം ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ടാണ് എല്ലാവരും ഒരേ ചിഹ്നത്തിലേക്ക് നടന്നത്. അതേസമയം ബാക്കിയുള്ള മുനിസിപ്പാലിറ്റികളൊന്നും ബാധകമല്ലെന്ന് ചോദിക്കുന്നു. CPM സംബന്ധിച്ചിടത്തോളം മത്സരിക്കാനുള്ളൊരു തൻ്റെ ഇടം സ്വന്തം ചിഹ്നത്തിൽ ഇല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഇത്. അപ്പൊ അതിൽ കവിഞ്ഞ് ഞങ്ങൾക്കൊന്നും പറയാനില്ല. നമ്മൾ ഭയന്നോടി എന്ന് മാത്രമാണ് മനസ്സിലാക്കുന്നത്. CPM ഭയന്നോടി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ. മറ്റു ചില സ്വതന്ത്രന്മാർക്കും മറ്റു ആളുകൾക്കും അടിമപ്പെട്ടുകൊണ്ട് സ്വന്തം ചിഹ്നത്തെ മറന്നു കളഞ്ഞു. അതെ, നമ്മള് മറ്റൊരു കാര്യം ഇതിനകത്ത് പറയുന്നത് ഏരിയ കമ്മിറ്റി അംഗങ്ങളുണ്ട്, ഉണ്ട്. മഹിളാ കോൺഗ്രസ്, മഹിളാ CPMന്റെ ജില്ലാ നേതാവുണ്ട് എന്ന് വേണ്ട. പിന്നെ RJDന്റെ ആളുകളുണ്ട്, NCPന്റെ ആളുകളുണ്ട്. ഇവരെല്ലാം ക്ലാസ്സിലാണ് മത്സരിക്കുന്നത്. എല്ലാവർക്കും ഒരേ ചിഹ്നം. ആരും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ആരും തയ്യാറായിട്ടില്ല. കൊടുവള്ളിയെ സംബന്ധിച്ചിടത്തോളം ആരെന്ത് കളിച്ചാലും ഞങ്ങൾക്ക് പൂർണ്ണ ഭൂരിപക്ഷത്തോട് തിരിച്ചു വരുന്ന ആത്മവിശ്വാസവും അതിനുള്ള പ്രവർത്തനവും നടക്കുന്നുണ്ട്. കൊടുവള്ളിയെ സംബന്ധിച്ച് ചരിത്രങ്ങൾ 3-4 മാസങ്ങൾക്ക് മുമ്പേയുള്ള ചരിത്രങ്ങൾ നിങ്ങൾ മറുനാടൻ മലയാളി അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. സുപ്രീം കോടതി മുതൽ ഹൈക്കോടതി മുതൽ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങള് ഇതിന് ഡിലിറ്റ്മേഷൻ മുതലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടവരുമായി പലതവണ നോക്കി ഞങ്ങൾ കിട്ടിയിട്ടുള്ളതിന്റെ നേട്ടം ഞങ്ങൾ കൊയ്തെടുക്കും. കൊടുവള്ളിയെ സംബന്ധിച്ചിടത്തോളം ലീഗ് വലിയ സ്വാധീന ശക്തിയാണ്. 23 സീറ്റിൽ മത്സരിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ തന്നെ ലീഗിന് ഏറ്റവും അധികം സ്വാധീനമുള്ള പ്രദേശമാണ്. അല്ല, UDF ലീഗ് ഇത്തവണ ഒറ്റക്കെട്ടായിട്ട് വളരെ ശക്തമായിട്ട് തുടക്കം മുതലുള്ള പ്രചരണങ്ങളുണ്ട്. അപ്പം എങ്ങനെയാണ് ഇത്തവണ UDF സാധ്യത? ഈ തവണ മുൻകാലത്ത് എന്തുണ്ടായി എന്ന് മാറ്റിവെച്ചാൽ ഈ തവണ യാതൊരു പ്രയാസവുമില്ലാതെ വളരെ നല്ല രീതിയിൽ 37 സീറ്റിലും ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്. 20 സീറ്റിൽ ലീഗിൽ മത്സരിക്കുന്നുണ്ട്. ഒരു 10 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട്. കൈപ്പത്തിയില് 2 സീറ്റിൽ സ്വതന്ത്രന്മാർ മത്സരിക്കുന്നുണ്ട്. അങ്ങനെയാണ് 37 വ്യത്യാസം തന്നെയാണ്. അപ്പം കൊടുവള്ളി പിടിച്ച UDF സംവിധാനം ഒറ്റക്കെട്ടായിട്ട് ഒരു സംശയമില്ല.
പിടിച്ചെടുക്കും. എണ്ണയിട്ട് യന്ത്രം പോലെ ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരു മെയ്യായി പ്രവർത്തിക്കും, വിജയം കൈവരിക്കും. ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചെയർമാൻ ആവും നമ്മുടെ ആളുകൾ. ഷുവർ. എന്തു തന്നെയായാലും കൊടുവള്ളിയിൽ സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ പോലും ഇല്ലാത്ത തരത്തിലേക്ക് CPM അടക്കമുള്ള പാർട്ടികൾ അധപതിച്ചു എന്ന ചോദ്യമാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള UDF-ന്റെ ആളുകൾ ചോദിക്കുന്നത്. എന്നാൽ അതേസമയം ഇതിന് ഇടത് നേതാക്കൾ നൽകുന്ന വിശദീകരണം വളരെ രസകരമാണ് താനും. ഇടത് നേതാക്കൾ പറയുന്നത് പാർട്ടിയുടെ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരു ഏകീകൃത ചിഹ്നം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ എല്ലാവരും ഗ്ലാസ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ്. അതേസമയം ഇതിന് മറു ചോദ്യമായി ലീഗുകാരും കോൺഗ്രസുകാരും ചോദിക്കുന്നത് മറ്റ് നഗരസഭകളിലും പഞ്ചായത്തുകളിലും ഒന്നും ഈ ഏകീകൃത സ്വഭാവം ബാധകമല്ല എന്നുള്ളൊരു ചോദ്യം കൂടി അവർ ചോദിക്കുന്നുണ്ട്. ഇത് തന്നെയായാലും ഇതിന് ഇടതുപക്ഷം എങ്ങനെയാണ് മറുപടി പറയുക എന്നുള്ള കാര്യമാണ് കാത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ വിജയം കൊണ്ട് ഇടതുപക്ഷം ഈ ചോദ്യത്തിന് മറുപടി പറയുമോ എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അതേസമയം കൊടുവള്ളിയിൽ UDF വലിയ പ്രതീക്ഷയിലാണ്. കൊടുവള്ളി UDF-ന്റെ ഉറച്ച കോട്ടയാണ്. അത് എന്തൊക്കെയായാലും തങ്ങൾ ഇത്തവണയും തെളിയിക്കുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് UDF-കാർ. എന്തു തന്നെയായാലും തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തോടുകൂടി കൊടുവള്ളിയിലെ ഈ UDF-ന്റെ പരിഹാസത്തിനും LDF-ന്റെ അതിനുള്ള മറുപടിയും എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. കൊടുവള്ളിയിൽ നിന്നും മറുനാടൻ TV-ക്ക് വേണ്ടി നിഖിൽ കക്കാടത്ത്.